ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ദുബായ് ഗ്ലോബൽ വില്ലേജിലാണ്. അതിൽ കൊറിയൻസിൻ്റെ പവലിയനിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടോ ഒരാൾ നമ്മൾ വെൽക്കം ചെയ്യാൻ നിൽക്കുന്നത്. ഹിസ്റ്റോറിക്കൽ ഡ്രാമാസിൽ എപ്പോഴും കാണാം അല്ലേ, ആ സെയിം കോസ്റ്റ്യൂം. നമ്മൾ ഫസ്റ്റ് തന്നെ എൻ്റർ ചെയ്യുന്നത് ഒരു ബ്യൂട്ടി റിലേറ്റഡ് പ്രോഡക്ട്സിൻ്റെ ഒരു സ്റ്റോളാണ്. അതിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. ആർട്ടിഫിഷ്യൽ നെയിൽസ്, ഐലാഷസൊക്കെ, നല്ല ഭംഗിയുള്ള നെയിൽസൊക്കെ കണ്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഡ്രാമാസിൽ നമ്മൾ കാണുന്ന മിക്ക വില്ലത്തികളുടെയും കയ്യിൽ കാണുന്നത് ഇതൊക്കെ വെച്ചിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചതൊക്കെ നാച്ചുറലായിരുന്നു എന്നാണ്, പിന്നെ മനസ്സിലായി ഇത് അവരുടെ ഒരു ക്രാഫ്റ്റ്സിൻ്റെ സെക്ഷനാണ്. നല്ല ഭംഗിയുള്ള ഐറ്റംസ് കണ്ടു. റേറ്റ് ഒന്നും ചോദിക്കാൻ പോയില്ല. പിന്നെ കണ്ടു ഹാൻഡ് ബാഗ് ഇട്ട് നിൽക്കുന്ന ലേഡീസിൻ്റെ നല്ല നല്ല സ്റ്റാച്യൂസ് ഉണ്ട്. പിന്നെ ആ ട്രീ കണ്ടില്ലേ, അതിൻ്റെ ബിഗ് വേർഷൻ പുറത്തുണ്ട് കേട്ടോ, ഞാൻ കാണിക്കാം. നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡ്രാമാസിൽ കാണുന്ന മിക്ക ഐറ്റംസും ഇവിടെ നേരിട്ട് കാണാൻ പറ്റി. ആ പെയിൻറ്റിങ്സ് കണ്ടോ. പിന്നെ ഹാൻഡ് ബാഗിൻ്റെ സെക്ഷനായിരുന്നു. കുട്ടികളുടെ ആയിരുന്നു കൂടുതൽ, വലിയവരുടെ കുറവായിരുന്നു. റേറ്റൊന്നും അറിയില്ല, ഞാൻ ജസ്റ്റ് വീഡിയോസ് എടുത്ത് പോന്നു. ആ ക്യാപ്പ് കണ്ടോ, അതും ഹിസ്റ്റോറിക്കൽ ഡ്രാമയിൽ നമ്മൾ എപ്പോഴും കാണുന്നതല്ലേ. ഇതാണ് വലിയ ആൾക്കാരുടെ ഹാൻഡ് ബാഗ് കേട്ടോ, കുറച്ച് ഡിഫറെൻ്റ് ആണ്. പിന്നെ അടുത്തതൊരു മോഡേൺ ഡ്രസ്സസിൻ്റെ സ്റ്റാളായിരുന്നു. ഡ്രസ്സസ് ഉണ്ടായിരുന്നു, ലോങ് ഗൗൺസ്. റേറ്റ് അത്ര ഉണ്ടായിരുന്നില്ല, 40-50 ദിർഹംസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കൂടുതൽ നോക്കിയില്ല, ചിലത് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു ഡിസ്പ്ലേയിൽ ഉണ്ടായിരുന്നത്. ഇതാണ് ആ ട്രീയുടെ ബിഗ് വേർഷൻ. നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡ്രാമയിലൊക്കെ കാണുന്ന പോലെ തന്നെ ട്രീ, അതിൻ്റെ റൂട്ട് സിസ്റ്റം കണ്ടോ, ഇത് ഒറിജിനൽ തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ കൊറിയൻ സ്റ്റാളിലേക്ക് നിറയെ ആൾക്കാരുണ്ടായിരുന്നു. നമ്മളെപ്പോലെ തന്നെ കൊറിയൻ സിനിമാസിൻ്റെയും ഡ്രാമാസിൻ്റെയൊക്കെ ഫാൻസ് കുറേ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ കൊറിയൻകാരെ കാണാമെന്ന് വിചാരിച്ചു, പക്ഷേ അധികം കൊറിയൻസിനൊന്നും അവിടെ കണ്ടില്ല. കൂടുതലും ചൈനീസ്, ഫിലിപ്പീൻസ് ഒക്കെ ആയിരുന്നു. ഇതൊരു ഫ്രൂട്ട് സ്റ്റാൾ, ഷേക്ക്, ജ്യൂസ്, ഐസ്ക്രീമിൻ്റെയൊക്കെ സ്റ്റാളായിരുന്നു. പിന്നെ ഇവിടെ നാച്ചുറൽ ഓർഗാനിക് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ കാണുന്നത്. ഇത് രാമേൻ, ടിക്ബോക്കി അതിൻ്റെയൊക്കെ സ്റ്റാളാണ്. അതിനിടയിൽ ഒരു ഫുഡിൻ്റെ സ്റ്റാൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഫുഡ് സ്റ്റാൾ കണ്ടിരുന്നു എന്ന് പറഞ്ഞില്ലേ, അവിടെ നമ്മൾ ടെബോക്കി പിന്നെ ജാപ്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫിഷ് കേക്ക്, പ്രൈസ് 25-50 ദിർഹംസ് ഒക്കെ ആയിരുന്നു. ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരുന്നു. ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ പൈസ പോയല്ലോ എന്ന് പേടിച്ചിട്ട് പിന്നെ വീണ്ടും നമ്മൾ ആ ബ്യൂട്ടി ഇനി കൊക്കോൺസിൻ്റെ സ്റ്റാളിലേക്ക് വാങ്ങിക്കാണ്. ലാസ്റ്റ് വൺ അതായിരുന്നു. കണ്ടോ ആ ആർട്ടിഫിഷ്യൽ നെയിൽസിൻ്റെയൊക്കെ ഭംഗി കണ്ടോ. ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. നല്ല സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടാണ്. പിന്നെ ഐലാഷസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറേ ചെയിൻസ്. ഞാൻ ഒന്നിൻ്റെയും പ്രൈസ് ചോദിച്ചില്ല. അപ്പോൾ നമ്മുടെ കൊറിയൻ സ്റ്റാൾ കഴിയാറായി. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ താങ്ക് യു.